मेरी क्रिसमस वीर, बाय बाय. വീർ, നിനക്ക് എന്താ പറ്റിയത് മോനെ? നീ എന്താ ഇങ്ങനെ കത്തിക്കറിഞ്ഞു നിൽക്കുന്നത്? അപ്പൂപ്പ ഗിഫ്റ്റ് തരാൻ വന്നത് സാന്താക്ലോസ് അല്ല, ആ വേഷത്തിൽ വന്നത് ടിംബക്ടു ആണ്. അവനാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയത്. അവൻ എമിലിയെ കടത്തിക്കൊണ്ട് പോയിരിക്കുക. ഓ മോനെ വീർ, അന്യായങ്ങൾക്കെതിരായി നിന്നോട് ഞാൻ പോരാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണെന്നാ. പക്ഷേ ഇപ്പോൾ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഈ അപ്പൂപ്പന് തോന്നുന്നത് അപ്പൂപ്പൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്നാ. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ അപ്പൂപ്പന് വയ്യ മോനെ. അപ്പൂപ്പ, എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പൂപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, ഞാൻ എമിലിയെ രക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ നീ എങ്ങോട്ട് പോകും? എമിലി എവിടെയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റോ റോബോട്ടോ എനർജി കൊണ്ട് പറക്കുന്ന എന്തെങ്കിലും വസ്തുവാണെങ്കിൽ അതൊരു ട്രയൽ എനർജി പുറന്തള്ളി ആയിരിക്കും പോകുന്നത്. നമ്മൾ ആ എനർജി ട്രയലിനെ ഫോളോ ചെയ്താൽ മതി. അവർ പോയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കേക്ക്. നീ ചെണ്ടുവിനെ വിളിക്കേ. ചുൾബുൾ, അവൻ പല വർഷങ്ങൾക്ക് ശേഷം അവന്റെ അപ്പൂപ്പന്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. വെറുതെ അവനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എമിലിയെ ഞാൻ തന്നെ രക്ഷിച്ചോളാം. നമുക്ക് വേഗം സ്പേസ് ഷിപ്പിലേക്ക് ചെല്ലാം. അതിൽ എനർജി ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. ആ കാണുന്നതാണ് എനർജി ട്രയൽ. ടിംബക്ടുവിന്റെ ചാരിയറ്റ് ഇതുവഴിയാണ് പോയത്. അപ്പൂപ്പ, ഏതാണ്ടൊരു കോട്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് മാഡ്മാക്സിന്റെ കോട്ടയായിരിക്കും എന്നാ തോന്നുന്നത്. അപ്പൂപ്പൻ സ്പേസ്ഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഞാനും ചുൾബുളും പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണം കേട്ടോ മോനെ. വേഗം തന്നെ തിരിച്ചു വന്നേക്കുകയും വേണം. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം. റോബോബോയ് സ്യൂട്ട് ഓൺ. റോബോബോയ് സ്യൂട്ട് ഓൺ. ടിംബക്ടു, ഇന്ന് ക്രിസ്തുമസ് ആണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാനൊരു ചാരിയറ്റ് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. സാന്റാക്ലോസ് വന്നു പോകുന്നത് പോലെ ഒരു ചാരിയറ്റ്. ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് പിഴയ്ക്കരുത്. ബോസ്, എനിക്കിതിലിരുന്ന് പറക്കാൻ പറ്റുമോ? നീ തന്നെയാണ് പറക്കാൻ പോകുന്നത് ടിംബക്ടു. നീ തന്നെയാണ്. ഇന്ന് എന്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു ആശയം വന്നിട്ടുണ്ട്. കേട്ടുകൊള്ളൂ. നീ ഇന്ന് സാന്റാക്ലോസ് ആയി വേഷം മാറി പോകണം. എല്ലാ വീടിന് മുകളിലേക്കും പറന്നുപോയി നീ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ എന്ത് സംഭവിക്കും ബോസ്? പിന്നെ വീറിന്റെ കൂട്ടുകാരെല്ലാം നിന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ റൂഫിൽ വരില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ നീ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേക്ക്. നിനക്ക് മനസ്സിലായില്ലേ? വീർ അവനെ രക്ഷിക്കുവാനായി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നീ കണ്ടുകൊള്ളുക. ബോസ് ബോസ്, വീർ ക്രിസ്മസിന്റെ അന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ ബോസ്? അവൻ ഇങ്ങോട്ട് വരുമ്പോ ട്രീറ്റ് കൊടുക്കാൻ നമ്മൾ ക്രിസ്മസ് കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ബോസ്. മണ്ടത്തരം പറയില്ലടാ കഷണ്ടിത്തലയാ. വെള്ളമില്ലാത്ത ടാങ്കും നിന്റെ തലയും ഒരുപോലെ തന്നെയാ. വീറിനെ കേക്ക് തിന്നാനായിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചിട്ട് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. You got genius, boss. ശരിക്കും നിങ്ങൾ ജീനിയസ് ആണ്. She's right, boss. She's right. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബോസ്? യാട്ട്ലി മാട്ട്ലി എന്താണ്? അത് എന്നെ ഇത് ഓടിക്കല്ലേ? എന്തായി കാണിക്കുന്നത്? ബട്ടൺ ഓഫ് ആക്കടാ. ഓഫ് ആക്കാനാ പറഞ്ഞത്. ഓഫ് ചെയ്യാൻ വേഗം ചെയ്യടാ. ഏത് കളറിലുള്ള ബട്ടനാ പ്രസ് ചെയ്യേണ്ടത് ബോസ്? ഇതാണോ അതോ ഇതോ? ഇനി ഇതാണോ?
ഞാൻ നിന്റെ മണ്ടകളെ ഞാൻ അടിക്കല്ലേ, കേട്ടോ. boss. അടിക്കല്ലേ.